Hi friends, once again welcome to my video blog Ajay Tech Tips. ഞാൻ അജയ് നിങ്ങളെ ഏവർക്കും സുപരിചിതൻ. അപ്പോൾ ഞാനിന്ന് വന്നത് വാട്സപ്പിന്റെ ഭാഗത്തുനിന്ന് രണ്ട് അടിപൊളി കിടുക്കാച്ചി അപ്ഡേറ്റ് ആണ് വന്നിരിക്കുന്നത്. അതിൽ ഒരു അപ്ഡേറ്റ് ഞാൻ ഏറ്റവും വേണമെന്ന് വിചാരിച്ചിട്ടുള്ള ഒരു അപ്ഡേറ്റ് ആയിരുന്നു. അതെന്താണ് ഏതൊക്കെ പറയാം. അതിനു മുമ്പ് ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണണമെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള കുഞ്ഞു ബെല്ലൈക്കൺ പ്രസ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഈ വീഡിയോ മാക്സിമം ഷെയർ ചെയ്യുക. അപ്പം ഇങ്ങനത്തെ വീഡിയോ ആണെങ്കിൽ അജയ് ടെക് ടിപ്സ് മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നേരെ വീഡിയോയിലോട്ട് പോകാം. അതായത് വാട്സപ്പ് ഈ ഏപ്രിൽ മാസത്തിൽ രണ്ട് കിടുക്കാച്ചി അപ്ഡേറ്റ് ആണ് തന്നിരിക്കുന്നത്. ഒന്ന് മാർച്ചിലൊക്കെയാണ് കിട്ടിയത്. ഇതിപ്പോൾ ഞാൻ ബീറ്റ യൂസർ ആയതുകൊണ്ട് എനിക്ക് കിട്ടിയിട്ടുണ്ട്, പക്ഷേ എൻ്റെ ബീറ്റ അല്ലാത്തൊരു അക്കൗണ്ടിലും ഇത് വന്നിട്ടുണ്ട്. അപ്പോൾ തന്നെ നമുക്ക് മനസ്സിലാക്കാതെ സ്റ്റേബിൾ യൂസേഴ്സിനും കിട്ടും. അപ്പോൾ എന്താണ് ബീറ്റ എന്നൊക്കെ ഇതിന് മുമ്പുള്ള എൻ്റെ വീഡിയോസിൽ പറഞ്ഞിട്ടുണ്ട്. അത് കണ്ടില്ലെങ്കിൽ ഒന്ന് സെർച്ച് ചെയ്ത് നോക്കാം വാട്ട് ഈസ് വാട്സപ്പ് ബീറ്റ യൂസർ എന്നുള്ളത്. അപ്പോൾ നമുക്കത് എൻ്റെ വീഡിയോ തന്നെ കിട്ടും. അപ്പോൾ നമുക്ക് പറയാം, രണ്ട് അപ്ഡേറ്റ് ആണ് വാട്സപ്പിൻ്റെ വന്നിട്ടുള്ളത്. ഈ രണ്ടും ഒന്നിനൊന്ന് മെച്ചപ്പെട്ട തന്നെയാണ്. പക്ഷേ അതിലൊന്നും എനിക്ക് ഭയങ്കരമായിട്ട് യൂസ്ഫുൾ ആയിട്ടുള്ളതാണ്. നിങ്ങൾക്കറിയാം, ഞാനൊരു വീഡിയോ ഷൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ മാക്സിമം ഞാൻ വാട്സപ്പിൽ ഷെയർ ചെയ്യും. അപ്പോൾ എൻ്റെ കുറേ ഗ്രൂപ്പുകളുണ്ട്. അപ്പോൾ ആ ഗ്രൂപ്പുകളിലേക്ക് മാത്രമായിട്ട് എനിക്ക് ഷെയർ ചെയ്യണമെങ്കിൽ ഓരോന്ന് തപ്പി പിടിച്ചെടുക്കണം. എൻ്റെ വോയിസ് ഓഫ് മലബാർ ഉണ്ട്, കോഴിക്കോട്ടുകാരുണ്ട്, അങ്ങനെ കുറേ ഗ്രൂപ്പുകൾ എൻ്റെ ഉണ്ട്. അപ്പോൾ ഈ ഗ്രൂപ്പുകളിൽ മാത്രമായിട്ട് ഇപ്പോൾ നമ്മൾ അറിയാലോ, ചാറ്റ് ചെയ്ത് ചിലപ്പോൾ അടിയിലായിട്ടുണ്ടാവും, അത് കണ്ടുപിടിച്ചെടുക്കാൻ കുറച്ച് ബുദ്ധിമുട്ടാണെങ്കിൽ ടൈപ്പ് ചെയ്തെടുക്കണം. അത് മാറി വാട്സപ്പ് ഇൻ്റർഫേസിൽ വലിയൊരു മാറ്റമാണ് വന്നിരിക്കുന്നത്. നിങ്ങൾക്ക് സ്ക്രീനിൽ കണ്ടാൽ അറിയാം. അതായത് വാട്സപ്പിൽ ഓൾ മെസ്സേജ് എന്നുള്ള ടാബ് നമ്മളെല്ലാം ഉള്ള, ഇപ്പോൾ പേഴ്സണലി അയച്ച മെസ്സേജും അതേപോലെ ഗ്രൂപ്പ് മെസ്സേജും ഒക്കെ അവിടെ കാണാം. പിന്നെ തൊട്ടടുത്തുള്ള ടാബായിട്ടുള്ള എന്താണ് അൺറീഡഡ് മെസ്സേജസ്, അപ്പോൾ ഗ്രൂപ്പിൽ വന്ന മെസ്സേജ് ആവാം, അല്ലാണ്ട് പുറത്തുള്ള മെസ്സേജ് ആവാം, അതൊക്കെ ആ ടാബിലും ഉണ്ട്. അതിൻ്റെ അപ്പുറത്ത് ഒരു ടാബ് ഉണ്ട്, ഗ്രൂപ്പ്സ് എന്ന് പറഞ്ഞിട്ട്. ഈ ടാബാണ് ഞാൻ പറഞ്ഞ ആൾ. എനിക്ക് ഏറ്റവും യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു ഇതാണ്. കാരണം എനിക്ക് എന്ത് ചെയ്യുക, അവിടെ എൻ്റെ എല്ലാ ഗ്രൂപ്പുകളും കാണാൻ പറ്റും. എനിക്ക് എന്ത് ചെയ്യുക, എൻ്റെ വീഡിയോ അവിടെ എല്ലായിടത്തും ഷെയർ ചെയ്യുക. ഇത് നിങ്ങൾക്കും വളരെ യൂസ്ഫുള്ളാണ്. ആണോ അല്ലയോ എന്ന് ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക. നല്ലൊരു ഇൻ്റർഫേസ് അല്ലേ. ഇപ്പോൾ സുഖരണം വന്നതിന് ശേഷം ഇങ്ങനെയുള്ള കുറേ അപ്ഡേറ്റുകൾ വാട്സപ്പിൽ എത്തുന്നുണ്ട്. ഇനി അടുത്ത അപ്ഡേറ്റ്, ഇതും വളരെ യൂസ്ഫുള്ളാണ്. ഇപ്പം നമ്മളിപ്പോൾ ഒഫീഷ്യലായിട്ടൊക്കെ നമ്മൾ വാട്സപ്പിൽ കുറേ മെസ്സേജ് അയക്കണതാണ് അല്ലേ. ഇപ്പോൾ വാട്സപ്പിൽ സെർച്ച് ഉണ്ട്, നമുക്ക് അയച്ച മെസ്സേജ് കാണാം. പക്ഷെ ഇപ്പോൾ പെട്ടെന്ന് എൻ്റെ ബോസ് വിളിച്ചിട്ട് പറയാണ്, അല്ലെങ്കിൽ എൻ്റെ ഒരു ഫ്രണ്ട് വിളിച്ച് പറയും, ഞാൻ നിനക്ക് കഴിഞ്ഞ മാസം 16-ാം തീയതി ഒരു മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു. ആ മെസ്സേജിൽ ആ പറഞ്ഞ കാര്യമുണ്ട്. പക്ഷേ ഈ ഒരു പറഞ്ഞ കാര്യം 16-ാം തീയതി അയച്ചിട്ടുണ്ടോ എന്ന് നോക്കണമെങ്കിൽ എനിക്ക് ഫുള്ളിങ്ങനെ സ്ക്രോൾ ചെയ്ത് പോകണം അല്ലേ. ഇനി അതിൻ്റെ ആവശ്യമില്ല. നമ്മുടെ ജിമെയിലൊക്കെ ഉള്ള പോലെ ആ ഡേറ്റ് വൈസ് ഇപ്പോൾ 16-ാം തീയതി അവർ പറഞ്ഞു. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക, ഡേറ്റ് എടുത്തിട്ട് 16 കഴിഞ്ഞ മാസം ഏതാണ്, മാർച്ച് 3, 2024 സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ അവരോ നമ്മളും എന്ത് ചെയ്യാൻ പാടില്ല, മെസ്സേജ് ഡിസപ്പിയറിങ് മെസ്സേജ് എനേബിൾ ചെയ്യാൻ പാടില്ല. മോസ്റ്റ് ഓഫ് ഞാൻ ഒഫീഷ്യൽ എന്ന് പറയാനുള്ള കാരണം അതല്ല. ഒഫീഷ്യൽ മെസ്സേജ് ഒരിക്കലും നമ്മൾ വാട്സപ്പിൽ നമ്മൾ എന്ത് ചെയ്യില്ല, ഡിസപ്പിയറിങ് ആക്കില്ല. അതുകൊണ്ട് തന്നെ എന്താ, നമുക്ക് ആ ചാറ്റ് എടുക്കാനും ആ കാര്യങ്ങൾ നോക്കാനും പറ്റും. ഇത് വളരെ യൂസ്ഫുൾ അല്ലേ ഈ രണ്ട് അപ്ഡേറ്റ്? ആണെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണേ. അപ്പോൾ മറ്റൊരു വീഡിയോ കാണുന്നവരെ ഗുഡ് ബൈ, സ്റ്റേ സേഫ്, ടേക്ക് കെയർ.